എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വീഡിയോയും ഇന്നത്തെ ദിവസവുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്. ഞാൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 2014 മാർച്ചിൽ ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട്. ഇവിടെ ക്ലബ്ബ് അംഗങ്ങൾ യുവഭാവന എന്നാണ് ആ ക്ലബിൻ്റെ പേര്. നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ക്ലബ്ബാണ്. വളരെ പുരാതനമായ ക്ലബ്ബാണ്. ഈ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ അന്ന് നടത്തിയൊരു വനയാത്രയുടെ ഒരു വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പാർട്ട് 1, പാർട്ട് 2 ആയി അങ്ങനെ പല പാർട്ടുകളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് നമ്മുടെ ഭൂമി വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നൊരവസ്ഥയിലാണ്. അറിയാമല്ലോ, പല പല ദുരന്തങ്ങൾ പലപ്പോഴായിട്ടുണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ കൊടും വരൾച്ചയായിരിക്കും, ചിലപ്പോൾ പ്രളയം, മറ്റു ചിലപ്പോൾ ചുഴലിക്കാറ്റും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനുഷ്യരുടെ ഒരു കൈകടത്തലിൻ്റെ ഒരു പരിണിത ഫലം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ മഴക്കാലമാണ്. മഴക്കാലം 1-2 ദിവസം മഴ മാറി എന്ന് കഴിഞ്ഞാൽ തന്നെ കൊടും ചൂടാണ്. അപ്പോൾ നമുക്ക് ആ ചുട്ടുപൊള്ളുന്ന ഭൂമിക്ക് ഒരു കുട ചൂടാനായിട്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരു തൈയെങ്കിലും നടാം. ഒരു തൈ നടാം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു തൈ നടാം എന്നൊരു കവിത എനിക്ക് ഓർമ്മ വരുന്നു. സുഗതകുമാരി എഴുതിയൊരു കവിതയാണ് നാളേക്ക് വേണ്ടി എന്ന ആ കവിത. അതൊന്ന് ആലപിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഇതാണ് ആ കവിത, സുഗതകുമാരിയുടെ കവിത. അപ്പോൾ ഈ വരികളിലെല്ലാം ഉണ്ട് നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ വരും തലമുറയ്ക്കായിട്ടായാലും ഇനിയുള്ള കാലങ്ങളിൽ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ ഭൂമിക്കൊരു കുട ചൂടാനായിട്ട് നമുക്ക് ഒരു തൈയെങ്കിലും നടാം. അതുപോലെ തന്നെ തൈ നടുന്നതോടൊപ്പം തന്നെ നമ്മളെ പരിസ്ഥിതി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പ്ലാസ്റ്റിക്കുകളാണ്. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക. അത് ഹരിതകർമ്മസേന വീട്ടിൽ വന്ന് ശേഖരിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ആ പ്ലാസ്റ്റിക് അവരുടെ കയ്യിൽ കൊടുത്ത് അത് അതിൻ്റേതായ രീതിയിൽ അവർ സംസ്കരിച്ച് അത് ചെയ്തുകൊള്ളും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, മാലിന്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നിന്നും വലിച്ചെറിയാതിരിക്കുക. അപ്പോൾ അത് സർക്കാർ അതിന് പണിഷ്മെൻറ്റും പെനാൽറ്റിയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ജൂൺ 5 ഞാൻ ഒരു വനയാത്ര, നിശബ്ദ താഴ്വരയിലേക്ക് ഒരു പ്രയാണം എന്നാണ് ഈ വീഡിയോയുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ ഇംഗ്ലീഷ് പേര് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കിയെന്നേ ഉള്ളൂ. സൈലൻറ്റ് വാലി. ഞങ്ങൾ പാലക്കാട് സൈലൻറ്റ് വാലി എന്നുള്ളതിൻ്റെ നിശബ്ദ താഴ്വര എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2014 മാർച്ച് മാസത്തിൽ നടത്തിയ 37 പേരടങ്ങുന്നൊരു സംഘം ഒരു വനയാത്ര നടത്തിയിരുന്നു. കേരള വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ക്ലബിന് അവർ തന്നെയാണ് താമസവും ഭക്ഷണവും എല്ലാം ഏർപ്പെടുത്തിയത്. അപ്പോൾ 37 പേരടങ്ങുന്നൊരു സംഘം. ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് വരുന്ന ബസ് കൂലി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവിടെയുള്ള ഭക്ഷണവും താമസവും എല്ലാം അവർ നമുക്ക് ഒരു ക്ലാസ് തരും. അവിടുത്തെ
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് തരാനായിട്ടൊക്കെ ആൾക്കാരുണ്ട്, ഗൈഡുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ വനയാത്രയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംവദിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.